അഡീനിയം കട്ടിങ്സ് വിന്നേഴ്സിൻ്റെ ഫസ്റ്റ് ലോട്ട് കുറേ പേര് ഇപ്പോൾ അഡ്രസ്സ് അയച്ചിട്ടുണ്ട്. 20 പേരോളം അഡ്രസ്സ് അയച്ചിട്ടുണ്ട്. ഇനിയും കുറേ പേര് അഡ്രസ്സ് അയക്കാനുണ്ട് കേട്ടോ. ഇനി ഇരുന്നാൽ ഈ സ്റ്റെം ചീത്തയായി പോവും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിന്നേഴ്സ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് അയക്കുക. കുറച്ച് ഇനി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ കട്ടിങ്സ് ഇപ്പോൾ 2-3 ദിവസമായിട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഇന്ന് ഒരുപാട് സമയം കണ്ടെത്തി ഇതിപ്പോൾ എല്ലാം കൂടെ പാക്ക് ചെയ്തിങ്ങനെ ഒരു 20 ഞാൻ ഓക്കെയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കട്ടിങ്സ് ശരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തൽക്കാലം ഉപയോഗിക്കേണ്ട. നിങ്ങൾ സാധാ മണലിൽ കുത്തി വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാൻ നോക്കുക ആദ്യം. കാരണം ഈ ഒരു സമയം ഗ്രാഫ്റ്റിങ്ങിന് പറ്റിയ സമയമല്ല. ഞാനിത് പ്രൂൺ ചെയ്ത് തന്നെ ഒരു മഴ സമയത്തായിപ്പോയി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതിനെ മുളപ്പിക്കുക. മുളപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല ചൂട് വരല്ലേ, ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ, നല്ല ജനുവരി ഫെബ്രുവരി ആ സമയത്ത് മഴയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് ആ മുളച്ച് വരുന്നതിൻ്റെ കട്ടിങ് എടുക്കുക. മേളിൽ നിന്ന് കട്ടിങ് എടുത്ത് പിന്നെ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ചുവട്ടിൽ ഒരു തൈ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും, ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പീസ് കിട്ടുകയും ചെയ്യും. അതെൻ്റെ ഒരു സജഷൻ മാത്രം കേട്ടോ. ഇനി ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ സക്സസ് ആയിരിക്കുമായിരിക്കും, പക്ഷേ ചാൻസസ് ഭയങ്കര കുറവാണ് ഈ സമയത്ത്. അപ്പോൾ ഇത് എങ്ങനെ തണ്ട് കുത്തി മുളപ്പിക്കാമെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അത് കയറി നോക്കി അതുപോലെ ചെയ്യുക. ഇനി ചിലർ ചോദിക്കാറുണ്ട് മണലില്ല എന്ത് ചെയ്യും, എങ്ങനെ മുളപ്പിക്കുമെന്ന്. ശരിക്കും ഇതിൻ്റെ സക്സസ് റേറ്റ് ഏറ്റവും കൂടുതൽ വെറും പുഴമണലിൽ വെക്കുമ്പോൾ തന്നെയാണ്. ഇനി മണൽ തീരെയും കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞതൊരു മാർഗ്ഗമാണ്. പുള്ളി അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയെന്ന് പറയുന്നത്. നമ്മുടെ സാധാ മണ്ണില്ലേ, ഇത്തിരി തരിയുള്ള മണ്ണെടുത്തിട്ട് പഴയ ചീനച്ചട്ടിയിലെ ഓട്ടിലിട്ടൊന്ന് വറുക്കുക. നന്നായിട്ട് വറുക്കുമ്പോൾ അതിലെ ഫംഗസും കാര്യങ്ങളൊക്കെ പോവും. അത് തണുപ്പിച്ചതിന് ശേഷം അതിൽ നട്ടാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റെഗുലറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. എന്തായാലും എൻ്റെ വീഡിയോ കൂടെ കാണുക. ഒരു കാര്യം പറയാനുള്ളത്, ആ വീഡിയോ കാണുമ്പോൾ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 2 ഇയർബഡ് ഉപയോഗിക്കാം. ഇതിൻ്റെ ലിങ്കിൽ കിടക്കുന്ന വീഡിയോ കേട്ടോ. അതല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഇല്ലാണ്ട് കാണുക. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ പ്രൊഫഷണൽ കൊറിയറിലാണ് ഞാൻ അയക്കുന്നത് കേട്ടോ. എല്ലാവർക്കും പ്രൊഫഷണൽ കൊറിയറിൽ അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഫഷണൽ കൊറിയറിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് സമയത്തിന് കളക്ട് ചെയ്യാൻ നോക്കുക. അതും കൂടെ പറയാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കേരളത്തിലേക്ക് മാത്രമല്ല, രാജസ്ഥാനിലും ചെന്നൈയിലും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കേരളം കടന്ന് നമ്മുടെ അടിയും കട്ടിങ്സ് പോകുന്ന കാര്യത്തിൽ. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.